ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് 3 വീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഉലുവ കുതിർത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സബോളയും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കാനായിട്ട് നമ്മൾ ആ ഉലുവ കുതിർക്കാൻ ഇടുന്ന വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞില്ല, മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ച കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കിടന്നാൽ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇതുപോലെ അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഓയിൽ തന്നെ ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ തലയിൽ തേക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ ഹെയർ ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറ്റാനായിട്ടാണ് ഇതേപോലെ നമ്മൾ ഓൾറെഡി ഓയിൽ ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതല്ലെന്നാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ 1-2 സ്പൂൺ ഓയിൽ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉലുവ തലയിൽ തേക്കുന്ന സമയത്ത് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇടുന്ന അത്രയും നമ്മുടെ ഹെയർ ഡ്രൈ ആവത്തില്ല കേട്ടോ. അത്രത്തോളം ഡ്രൈനെസ് ഇല്ലെങ്കിലും ഒരു സാധാ രീതിയിലുള്ളൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. ഉലുവ തന്നെയായിട്ടും വേണമെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഉലുവ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രത്തോളം എണ്ണയൊന്നും നമ്മുടെ തലയിൽ നിന്ന് പോകത്തില്ല. ഇപ്പോൾ നമ്മൾ സവോളയും കൂടി എൻ്റെ കൂടെ എടുത്തേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് ഹെയർ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ ഇട്ടേക്കാൻ പറഞ്ഞത് തലയിൽ. ഈ ഒരു ഒരുപാട് ഹെയർ പാക്കിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും പിന്നെ ഹെയറിന് കുറച്ച് നല്ല കട്ടി കിട്ടാനും തീരെ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് കേട്ടോ. ഉലുവ കൊണ്ടുള്ള ഏത് ഹെയർ പാക്ക് ആണെങ്കിലും വേണമെങ്കിൽ ഒരു തവണയൊക്കെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഹെയറിൽ ഇതേപോലെ അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് മാത്രം ഉലുവ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹെയറിൽ ഇത്രയും ഹെയർ ഉള്ളതുകൊണ്ട് എത്രത്തോളം അളവിന് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയർ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബൗളായിരുന്നു, അപ്പോൾ അതിലുള്ളത് നമ്മൾ ഫുള്ളും കഴിഞ്ഞിട്ട് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ടൈം ഹെയറിൽ വെക്കാതിരിക്കട്ടെ. ഞാൻ 1/2 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളൂ, പിന്നെ വേറെ വീഡിയോയിൽ കാണാം. ബൈ.